പ്രിയപ്പെട്ടവരെ, സങ്കടം തോന്നാറുണ്ട്. ഫുട്ബോൾ നടക്കുന്ന കാലമാണല്ലോ. അവന്റെ ടീം പരാജയപ്പെട്ടപ്പോ കരയുന്ന കുഞ്ഞിന്റെ വീഡിയോ പിടിച്ച് ഷെയർ ചെയ്യാൻ നാണമില്ലാത്ത ഉമ്മമാരുടെ കാലമാ. അല്ലാഹു അമാനത്തായി തന്ന പൊന്നുമോന് അർജന്റീനയാകട്ടെ, ബ്രസീലാകട്ടെ, വേറെ ഏതെങ്കിലും രാജ്യമാകട്ടെ, ഫുട്ബോൾ കളിയിൽ നിന്ന് പരാജയപ്പെട്ടു പോയപ്പോ തന്റെ പൊന്നാര മകനിരുന്ന് കരയുന്ന വീഡിയോ എടുക്കാൻ നാണമില്ലേ ഉമ്മ? അത് ഷെയർ ചെയ്തിട്ട് ലൈക്ക് തണ്ടുന്ന പെണ്ണുങ്ങളുടെ കാലമാ. എവിടെ എത്തി നിൽക്കുന്നടോ ഈ ഉമ്മത്ത്? എവിടെ എത്തി നിൽക്കുന്നടോ? പ്രിയപ്പെട്ടവരെ, എല്ലാം മറന്നു പോവുകയാണ്. എന്തിനും ഒരു പരിധിയുണ്ടോ? സ്പോർട്സ് ഒക്കെ വേണം സഹോദര. ഫുട്ബോൾ കളിയൊക്കെ കാണുന്നതിന് കുറ്റം പറയുന്നില്ല. നീ ഇഷ്ടമുള്ളവനെ സ്നേഹിക്കൂ. പക്ഷേ എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ, എല്ലാത്തിനും ഒരു അതിരുണ്ടല്ലോ. എന്തിനാ അതിര് കടന്നു പോകുന്നത്? സ്വന്തം മക്കള് കരയുന്ന വീഡിയോ പടച്ചോനെ എന്താപ്പല്ല. സ്വന്തം ഉമ്മ കരഞ്ഞാ ഇങ്ങനെ കരയോ? സ്വന്തം വാപ്പ കരഞ്ഞാ ഇങ്ങനെ കരയോ? അത് വീഡിയോ പിടിച്ച് ഷെയർ ചെയ്യുന്ന ഉമ്മമാര്. മോന് തന്റെ പാർട്ടി കരഞ്ഞ ഇങ്ങനെ പിടി പിടിച്ചിട്ടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മക്കള് പുറത്തിറങ്ങി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. മോശമായ കൂട്ടുകെട്ടുകളിൽ പോയി പെടുകയാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നല്ലോ, മോശമായ ചങ്ങാതികളുടെ കൂടെ കൂടുകയാണ്. ആദ്യം വീടി വലിക്കുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ടവര് MDMഉം കഞ്ചാവും വരെ വലിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ കുട്ടികൾ മാറുകയാ. കാരണം സ്വാതന്ത്ര്യം കൂടി പോയടോ, അടിച്ചു വിട്ടിരിക്കുകയാണ്. മക്കളിന്ന് പുറത്താണ്. എന്റെ പിതാക്കന്മാരോട് ചോദിക്കട്ടെ, 10 മണിക്ക് മുമ്പേ വീടിന്റെ അകത്ത് ഞാനും നിങ്ങളും പേടിച്ചുകൊണ്ട് പാഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. നേരത്തെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ വീടിന്റെ വാതിൽ തുറക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. റമദാനാകാൻ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവര്, നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന അമാനത്താ നിന്റെ മക്കള്. അവരടിച്ചു വിടാനുള്ളതല്ല, അവരടിച്ചു വിടാനുള്ളതല്ല. അവര് വേണ്ടതൊക്കെ നീ കൊടുക്കാനും പരിഗണിക്കാനും തയ്യാറായാൽ അവരെന്തിനാ പാതിരാത്രി 2 മണിക്ക് കടത്തിണ്ണയിൽ പോകുന്നത്? എന്തിനാ തെരുവിലൂടെ നടക്കുന്നത്? കൂട്ടുകാരുടെ കൂടെ നടക്കുന്നത്? നിങ്ങള് ഇന്ന് പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പ്രോത്സാഹനം കൊടുക്കുന്നത് മാതാപിതാക്കളോ? എല്ലാവരും ഇന്ന് റീൽസിന്റെ കാലമാടോ. നിങ്ങൾ രാത്രി പുറത്തിറങ്ങി നോക്കിക്കേ, ഏതെങ്കിലും ഒരു പ്രായമുള്ളതിനെ കാണാനുണ്ടോ? വാപ്പ രാവിലെ എഴുന്നേറ്റ് പോകും, വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ചിട്ട് കൊണ്ടുകൊടുക്കും. ഇവൻ രാത്രി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ചുമ്മാതല്ലേ ഇപ്പൊ എല്ലാത്തിനും പിടിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം നാട്ടുകാരെ നന്നാക്കാനല്ലേ സമയമുള്ളൂ, മക്കളുടെ കാര്യം നോക്കാനൊന്നും ഇല്ലല്ലോ. ഇപ്പൊ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് ആഭ്യന്തര വകുപ്പ് ഒരു അടിച്ചു കലക്കെ നടക്കുക. അല്ലാഹുവേ, ഏത് ദിവസം പത്രം എടുത്താലും ബറക്കത്തിന് നമ്മുടെ മക്കളുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഓരോന്നിന്റെയൊക്കെ പേര് MDM ആയിട്ട് പിടിച്ചവരുടെ പേര് ഖദീജ, ആയിഷ, സുബ്ഹാനല്ലാഹ്. ഒരുത്തന്റെ പേര് അബൂബക്കർ സിദ്ദീഖ്. ഇതിനെക്കാലം നല്ല പേരുണ്ടോ പൈനി? സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങൾ ഇപ്പൊ തുടങ്ങിയിരിക്കാം. പടച്ചവനെ, കൊടുങ്ങല്ലൂര് വിളിക്കുന്നതിനേക്കാളും വലിയ പെണ്ണുങ്ങൾ ഇപ്പൊ വിളിക്കണം അല്ലെ? എന്ത് ധൈര്യത്തിലാണ് വിളിക്കണത്? വീഡിയോ പിടിച്ചോടാ എന്താ വിളിക്കണത്? അല്ലാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കാരണം മംഗലാപുരത്തേക്ക് പൈസയും കൊടുത്തിട്ട് പഠിക്കാൻ വിട്ടതല്ലേ. നിനക്ക് സമയമില്ല ഇവിടുന്ന് മംഗലാപുരം വരെ നിന്റെ മോളെ കൊണ്ടുപോയി ഹോസ്റ്റലിൽ വിടാൻ. അവളെ വണ്ടി കയറ്റി വിട്ടു, പോത്തിനെ കയറ്റി വിടുന്ന പോലെ. ഓൾ എവിടെ പോയി ഇങ്ങനെ നടക്കാൻ നിനക്ക് സമയമില്ല നോക്കാൻ. നിനക്ക് അയൽവാസികളുടെ മോൾ എന്ത് ചെയ്യണം നോക്കാനാ സമയം. ആമിനാടെ മോൾ എന്ത് ചെയ്യുന്നു നോക്കാനാ സമയം. അപ്പൊ മഴ പെയ്യണോ? പെണ്ണുങ്ങളൊക്കെ മഴ പെയ്യണം. മഴ ചാറുന്നുണ്ടോ? കുഴപ്പം. പിന്നെ നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോവാൻ പാമ്പ് കൊല്ലാൻ വന്ന? സുബ്ഹാനല്ലാഹ്, ഞാൻ പേടിച്ചു പോയി. പടച്ചോനെ, പെണ്ണുങ്ങളെല്ലാം കൂടെ എഴുന്നേറ്റ് എഴുന്നേറ്റാണെന്ന് അറിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ബക്കറ്റ് എടുത്തോപ്പാ. ഇനിയിപ്പോ അതിന്റെ പേരിൽ സംഘാടകർ ഇപ്പൊ ബക്കറ്റ് എടുക്കാൻ സമയമായി. എടുത്തോ. എന്താ ബക്കറ്റില്ലേ? ബക്കറ്റില്ലേ? അൽഹംദുലില്ലാഹ്. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സദഖ വിപത്തുകളെ തട്ടിമാറ്റും. മാരകമായ രോഗങ്ങളെ കരിച്ചു കളയാൻ സദഖയ്ക്ക് പവറുണ്ടെന്ന അള്ളാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് രോഗം വന്നാൽ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കും. സംഘാടകർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു.
അവരുടെ ലക്ഷ്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു നിങ്ങൾക്കറിയാം. അൽഹംദുലില്ലാഹ് നല്ല ഒരു പ്രതീക്ഷയോടുകൂടി അവരുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ, ഈ മഹലിന്റെ വളർച്ച, ഇവിടുത്തെ കുട്ടികളുടെ വളർച്ച, അപ്പൊ വലിയ സ്വപ്നങ്ങളാണ്, വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ നടക്കുന്നത്. അള്ളാഹുരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. ഒരാളുമില്ലെന്ന് പറയരുത്. ഉള്ളതിൽ ഏറ്റവും നല്ലത് അൽഹംദുലില്ലാഹ്, ഏറ്റവും നല്ലത് പടച്ചവനെ. ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന സദക്കയുടെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാഹ് എന്ന നല്ല ഒരു നിയത്തോടെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കളെ രാത്രിയിൽ പുറത്തുവിടുന്ന സ്വഭാവം ഒഴിവാക്കുക. അവരെ നമ്മൾ ചേർത്തു പിടിക്കുക. ഈ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ പുറത്തുവിടരുത്. കാരണം അവരുടെ സ്വഭാവം മാറിപ്പോകും. വഴിതെറ്റിപ്പോകാൻ ആ സമയം അവർ മറ്റുള്ള കൂട്ടുകെട്ടുമായി പെട്ടുപോയ അവസാനം വഴിതെറ്റിപ്പോകാൻ അതൊരു കാരണമാകും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അമാനത്ത അവരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ മക്കൾ കരഞ്ഞുകൊണ്ട് കമീസ് കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, വാപ്പാ യൂസുഫിനെ കാണാനില്ല, ചെന്നായ പിടിച്ചുകൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മനസ്സിലായി തന്റെ മകനെ ചെന്നായ പിടിച്ചിട്ടില്ല. യാക്കൂബ് നബിക്ക് അറിയാം ഇവന്മാരെന്തോ ചെയ്തതാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? യാക്കൂബ് നബിയുടെ കയ്യിൽ കമീസ് കൊണ്ട് കൊടുത്തപ്പോ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നല്ല ബുദ്ധിയുള്ള ചെന്നായാണ് യൂസുഫിനെ പിടിച്ചത്. സാധാരണ ചെന്നായല്ല, ബുദ്ധി കൂടിയ ചെന്നായ. കാരണം എന്തേ? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കമീസില് ഒരു ബട്ടൺസ് പോലും പൊട്ടിയിട്ടില്ലായിരുന്നു. യൂസുഫിന്റെ കമീസിലെ ഒരൊറ്റ ബട്ടൺസ് പോലും പൊട്ടിയിട്ടില്ല. സാധാരണ ചെന്നായ പിടിച്ചാൽ അത് പൊട്ടും. പക്ഷെ ഇത് ഊരിയെടുത്തതാണ്, ഒന്നും പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് യാക്കൂബ് നബിക്ക് അറിയാം ഇവന്മാരെന്തോ ചെയ്തതാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറയും, ചന്തയിൽ ആള് കൂടുമ്പോ പറയും, പോയി യൂസുഫ് ഉണ്ടോ എന്ന് തിരയണം. ഈ കൊല്ലാൻ കൊണ്ടുപോയവന്മാരോട് പറയണ, പോയി തെരഞ്ഞു നോക്കടാ. ആള് കൂടുന്ന ഓരോ സ്ഥലങ്ങളിലും യാക്കൂബ് നബി തന്റെ മക്കൾ യൂസുഫിനെ തെരഞ്ഞുവിടും. എത്ര കൊല്ലം കഴിഞ്ഞിട്ടും വാപ്പായ്ക്ക് മാറ്റമൊന്നുമില്ല. ഇവന്മാര് തന്നെ പറയാൻ തുടങ്ങി, ഇതെന്ത് മനുഷ്യനാപ്പാ, ഉപ്പ അവൻ മരിച്ചുപോയി കാണും, ഉപ്പ അത്ര കൊല്ലമായില്ലേ. എന്നാൽ യാക്കൂബ് നബി പറയും, ആള് കൂടുന്ന സ്ഥലങ്ങളിൽ യൂസുഫിനെ തെരയാൻ വേണ്ടി ഇവന്മാരെ തന്നെ പറഞ്ഞു വിടും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. കാലങ്ങൾ കഴിഞ്ഞു, ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈജിപ്തിനെ കുറിച്ച് പഠിക്കുന്നത്, ഈജിപ്തിലെ ഭരണാധികാരിയെ കുറിച്ച് പഠിക്കുന്നത്. അവിടെ ജനങ്ങൾ മുഴുവനും അവിടെ നിന്ന് റേഷൻ വാങ്ങാൻ പല രാജ്യങ്ങളിൽ നിന്ന് കടന്നു വരുന്നുണ്ട്. അപ്പൊ തന്റെ നാട്ടിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നപ്പോ യാക്കൂബ് നബി അവിടെയും പറഞ്ഞു വിട്ടു, മക്കളെ ആ നാട്ടിൽ പോകണം, ഈജിപ്തിൽ പോകണം. രാജകൊട്ടാരത്തിൽ ഒരുപാട് പേര് പല പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. നീ അവിടെ പോയി യൂസുഫിനെ തിരയണം. എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ട് സഹായം മേടിച്ചു കൊണ്ടുവരണം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തെരഞ്ഞുകൊണ്ട് യാക്കൂബ് നബി മക്കളെ വിട്ടു. ഒരു പ്രാവശ്യം പോയി കൊട്ടാരത്തിൽ ചെന്നു, അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞു. അവിടെ നിന്ന് റേഷനും വാങ്ങി മക്കൾ തിരിച്ചു വന്നു. പിന്നെയും യാക്കൂബ് നബി അലൈഹിസ്സലാം രണ്ടാമതും തന്റെ മക്കളെ ഈജിപ്തിലേക്ക് പറഞ്ഞു വിട്ടു. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വാച്ചി നോക്കണ്ട, സമയം 11 മണിയായോപ്പ 10:54 സമയം 11 മണിയായി. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞു, അതുകൊണ്ടാ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങളൊരു 10 മിനിറ്റ് കൂടെ ഇരിക്കുമെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ട് ദുആ ചെയ്യാം. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരു കാര്യം കൂടെ. യാക്കൂബ് നബി തന്റെ മക്കളെ ഈജിപ്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ കൊടുത്ത ഒരു വലിയ ഉപദേശമുണ്ട്, അതുകൂടെ പഠിച്ചിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പൊ ദുആ ചെയ്യാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് വേണം? പൊതി കൊടുക്കാൻ സമയമായോ? ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കുമല്ലേ? വേണോ വേണ്ടേ? വേണോ എന്നുള്ളവരെന്ന് കൈ പൊക്കിക്കേ.
കുഴപ്പമില്ല, ഭൂരിപക്ഷം പൊക്കി, കുഴപ്പമില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. യാക്കൂബ് നബി അലൈഹിസ്സലാം ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തേക്ക് തന്റെ മക്കളെ പറഞ്ഞു വിട്ടപ്പോ അവിടെ നിന്ന് തന്റെ പൊന്നാര മക്കൾക്ക് കൊടുത്ത ഒരു ഉപദേശം അള്ളാഹുവിന്റെ ഖുർആൻ പറയാ. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് വലിയൊരു ഉപദേശം യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുത്ത വലിയ ഒരു ഉപദേശം കാണാം. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഖുർആൻ പറയുന്നുണ്ട്, വഖാല യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ്. പിതാവ് പറഞ്ഞു കൊടുത്തു, മക്കളെ ഈജിപ്തിലെ കൊട്ടാരത്തിലേക്ക് നിങ്ങൾ കേറുമ്പോ എല്ലാവരും ഒരേ വാതിലിലൂടെ കയറാൻ പാടില്ല. ഇങ്ങോട്ട് നോക്കിയോ, പെണ്ണുങ്ങളൊക്കെ നോക്കിക്കോ, എല്ലാവരും ഒരേ വാതിലിലൂടെ കയറി പോകരുത്. നിങ്ങൾ പല പല വാതിലിലൂടെ വേണം കൊട്ടാരത്തിന്റെ അകത്തേക്ക് കടക്കാൻ. യാക്കൂബ് നബി കൊടുത്ത ഒരു ഉപദേശമാണ്. ഒരു വാതിലിലൂടെ കടന്നു പോകാതെ എല്ലാവരും വേറെ വേറെ വാതിലിലൂടെ വേണം കടന്നു പോകാൻ. എന്തേ അതിന്റെ കാരണം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാക്കൂബ് നബിയുടെ മക്കൾക്ക് മുഴുവനും വല്ലാത്ത സൗന്ദര്യമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം നമ്മൾ കേട്ടവരാ. അപ്പൊ യാക്കൂബ് നബിക്ക് വല്ലാത്ത ഗ്ലാമറ, യാക്കൂബ് നബിയുടെ മക്കൾക്ക് വല്ലാത്ത സൗന്ദര്യമാ. ഈ സൗന്ദര്യമുള്ള മക്കൾ മുഴുവനും ഒരു വാതിലിലൂടെ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇങ്ങനെ കേറിപ്പോയാൽ ആരായാലും ഒന്ന് നോക്കി പോകും. മഴ പെയ്യുന്നുണ്ട്, ഒന്ന് എല്ലാരും ഒന്ന് അടുത്തിരുന്ന്, ആണുങ്ങൾക്ക് ഒന്ന് എഴുന്നേറ്റപ്പ, ഒന്ന് എഴുന്നേക്കറോ. അല്ലാ പടച്ചോനെ, മഴ വീണ് നനയുന്നുണ്ട്, എല്ലാരും ഒന്ന് അകത്തിരുന്ന്. ഉമ്മാടെ ഗർഭാശയം പോലെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, കയറിയിരുന്നോളി. ഇല്ല, ഒന്ന് അടുത്തിരിക്കടോ, ഇങ്ങോട്ട് അടുത്ത് കയറി ഇങ്ങോട്ട് ദുആ ചെയ്യാറായി, പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് എല്ലാരും. പെണ്ണുങ്ങളൊന്ന് ഫ്രണ്ടിലോട്ട് കയറിയിരുന്നപ്പോ തുണി ഒന്ന് ഒതുക്കി കൊടുക്കും. എല്ലാരും കയറിയിരുന്ന ഇൻഷാ അല്ലാഹ് ഒന്ന് കയറി, പെട്ടെന്ന് കയറി ദുആ ചെയ്യട്ടെ. ഒന്ന് അടുത്ത് കൊടുക്കടോ പെണ്ണുങ്ങൾ. അമ്മായിയമ്മയുടെ അടുത്ത് എങ്ങനെ ഇരിക്കുമെന്നാണോ ധൈര്യമായിട്ട് കയറിയിരുന്ന, മടിയിലിരിക്കാതിരുന്നാ മതി. കയറിയിരുന്ന കുഴപ്പമില്ല, ഇപ്പൊ കിട്ടിയ അവസരമല്ലേ. അമ്മായിയമ്മയുടെ മടിയിൽ തന്നെ കയറിയിരുന്നു, ഇൻഷാ അല്ലാഹ് മരുമോളുടെ കൂടെ ഇരുന്നു, പെട്ടെന്ന് കയറി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കിയാൽ യാക്കൂബ് നബിയുടെ മക്കൾക്ക് മുഴുവനും സൗന്ദര്യമാണ്. അപ്പൊ ഇവരെല്ലാരും ഒരു വാതിലിലൂടെ, ഇപ്പോ ഒരു നല്ല കാണാൻ അഴകുള്ള ഒരു 3-4 ഇങ്ങോട്ട് നേരെ സ്റ്റേജിൽ കയറി വന്ന് നിങ്ങളൊക്കെ നോക്കൂലേ, നമ്മളൊക്കെ നോക്കൂലേ, എന്താപ്പാ ഇത് മലക്കുകളാണോ അങ്ങനെ നോക്കാറില്ലേ. അപ്പൊ യാക്കൂബ് നബിയുടെ മക്കൾക്ക് കണ്ണേറ് തട്ടുമോ എന്നുള്ളൊരു ഭയം യാക്കൂബ് നബിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പറഞ്ഞേ വേറെ വേറെ വാതിലിലൂടെ കടന്നു പോകാൻ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എടോ, ഈ കണ്ണേർ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അൽഐനു ഹഖ്കുൻ. കണ്ണേർ എന്ന് പറഞ്ഞാൽ സത്യമാ. സിഹിറിനെക്കാളും വലുതാ കണ്ണേർ. സിഹിറിനെക്കാളും വലുതാണ് കണ്ണേർ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നാവിനെ കുറിച്ച് നമുക്ക് അറിയാഞ്ഞിട്ടാ. ഇപ്പൊ നിങ്ങൾ രാത്രി വീട്ടിൽ ചെന്നു, പെണ്ണുങ്ങളൊക്കെ രാത്രി വീട്ടിൽ ചെന്നിട്ട് നേരെ കണ്ണാടിയുടെ മുമ്പിൽ പോകുമ്പോ അല്ലാ കവളൊക്കെ ചാടിയോ പടച്ചോനെ, ചുമന്നിട്ടുണ്ടല്ലോ, അല്ലാ ഗ്ലാമർ കൂടിയോ, പറഞ്ഞേക്കല്ലേ പെങ്ങളെ. കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ എന്ത് പറയരുത്, നമുക്ക് ഗ്ലാമർ കൂടിയോ പടച്ചോനെ നമ്മൾ പറയരുത്. കാരണം നമ്മുടെ നാവ് എങ്ങനത്തെ നാവാണെന്ന് നമുക്കറിയില്ലല്ലോ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ചിലര് ചില കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അറം പറ്റി പോകും. അതങ്ങനെ, ഇത് നിസ്സാരമല്ല. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ കബറിലെത്തിക്കും. ഹദീസ് തന്നെ ഉണ്ട്. നമുക്കറിയില്ല, കണ്ണ് 3 രീതിയിലാണ്. കണ്ണ് 3 രീതിയിലാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന് അസൂയയുടെ കണ്ണ്. ഒന്ന് അസൂയയുടെ കണ്ണ്. ഈ അസൂയയുടെ കണ്ണെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു ഒരാൾക്ക് നൽകിയിരിക്കുന്ന നിഅമത്ത് മാറിപ്പോകണം, ഇതാണ് ആഗ്രഹിക്കുക. ഇങ്ങനെ അല്ലാഹ് ഓനൊന്ന് എത്തിക്കാനലായാ മതിയായിരുന്നു പഠിച്ചനെ, ഇങ്ങനെ ആഗ്രഹിക്കുക. ഒരാൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന നിഅമത്ത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുക. ഇത് അസൂയയുടെ കണ്ണേറ. ഈ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി വമിൻ ശർരി ഹാസിദിൻ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ഈ ആയത്ത്, ഈ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഈ ആയത്ത്. ഒന്ന് അസൂയയുടെ കണ്ണ്, ഒരാൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്ത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുക. 2 ഐനുൻ മുഅ്ജിബ, അത്ഭുതത്തിന്റെ കണ്ണ്. എന്തൊരു വീടാ അല്ലാഹ്.
എന്തൊരു വീടാ അല്ലാ, എന്തൊരു സൗന്ദര്യം അല്ലാ. അത്ഭുതത്തോടെ പറയുക, അത്ഭുതത്തോടെ പറയുക, വേറൊന്നുമല്ല, അത്ഭുതത്തോടെ പറയുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല. താത്ത, നീ സ്റ്റാറ്റസ്, നിനക്കൊരു പുതിയ വീട് വെച്ചു, അല്ലാ എനിക്കൊരു വീട് തന്നു അൽഹംദുലില്ലാ എന്നല്ല, ആ വീടിന്റെ ബാത്റൂം വരെ നീ റീലിടും. ഇല്ലേ? നമ്മൾ അതിന്റെ ബാത്റൂം വരെ, ഇതാണ് അടുക്കള, ഇതാണ് എന്റെ അടുക്കള, ഇതാണ് സ്റ്റെപ്പ്, ഇതാണ് ഇത്ര ലൈറ്റ്, ഇത്ര വില കൂടിയ ലൈറ്റ്, ഇതാണ് എന്റെ ബാത്റൂം. എല്ലായിടത്തിൽ എന്തിന് 40 പേര് കാണണ്ടേ? നിന്റെ ഫോൺ നമ്പർ ഉള്ളവർ മുഴുവനും നിന്റെ റീല് കാണണ്ടേ? നിനക്ക് ഞാൻ റീല് പറഞ്ഞു തരാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നബിതങ്ങളും സഹാബത്തും മക്കയിൽ നിന്നും മദീനയിലേക്ക് യാത്ര പോകാം. ഈ യാത്ര പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അവിടുന്ന് ചരിത്രത്തിൽ കാണാം, നബിതങ്ങളും സ്വഹാബത്തും അവിടെ നിന്ന് യാത്ര പോകുമ്പോ ഒരു സ്ഥലത്ത് നബിതങ്ങളും സ്വഹാബത്തും യാത്രയുടെ ക്ഷീണം കാരണം അവരൊന്ന് താമസിച്ചു. ആ സമയത്ത് മഹാനായ സഹല് റളിയല്ലാഹു തആല, ചെറുപ്പക്കാരനായ സഹാബിയ, ഈ സഹല് തങ്ങൾ തന്റെ കമീസ് ഊരി, കുളിക്കാൻ എന്തോ ആവശ്യത്തിന് വേണ്ടി അവിടെ നിന്ന് തന്റെ കമീസ് ഇങ്ങനെ ഊരിയപ്പോ ഈ സഹാബിക്ക് നല്ല ജിമ്മന, പച്ച മലയാളത്തിൽ പറഞ്ഞ നല്ല ബോഡിയാ. സഹല് റളിയല്ലാഹു തആല ഈ കമീസ് ഇങ്ങനെ ഊരിയപ്പോ മഹാനായ ആമിർ റളിയല്ലാഹു തആല, സഹാബിയ ആമിർ തങ്ങൾ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ നിൽക്കാ. അപ്പൊ ഈ സഹല് തങ്ങൾ ഈ വസ്ത്രം ഇങ്ങനെ ഊരിയപ്പോ ഈ ബോഡി കണ്ടു. ഒരൊറ്റ പറച്ചിൽ, വല്ലാഹി അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഇങ്ങനൊരു ശരീരം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്താ ഇത്? ഇവിടെ പഴയ ജയന്റെ ബോഡി കാണുമ്പോ പറയില്ലേ, സഹല് റളിയല്ലാഹു തആല പറഞ്ഞു, എന്തൊരു ശരീരം അല്ലാത്. അവിടുന്ന് മഹാനായ ആമിർ തങ്ങൾ പറഞ്ഞു, എന്തൊരു ശരീരം, വല്ലാഹി ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഒരെണ്ണം. പറഞ്ഞു തീരേണ്ട താമസം ചക്ക വെട്ടിയിട്ടതുപോലെ താഴെ വീട് ബോധം കെട്ട്. സഹാബത്ത് ഓടിച്ചെന്നു സഹല് റളിയല്ലാഹു തആല അൻഹുവിനെ എടുത്തുകൊണ്ട് നബിതങ്ങളുടെ മുമ്പിൽ പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനോട് പറഞ്ഞു, നിന്ന നിപ്പിനും വീണ് നബിയെ, എന്താണെന്ന് അറിയില്ല. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? അങ്ങനെ മുഖാമുഖം ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ചങ്ങായിമാരെ, വല്ല സംശയമുണ്ടോ? നബിയെ, ആമിർ ഇങ്ങനൊരു വാക്ക് പറഞ്ഞു. നബിതങ്ങൾ ആമിർ തങ്ങളോട് ചോദിച്ചു, നീ നിന്റെ കൂടപ്പുറപ്പിനെ കൊല്ലാൻ നോക്കുകയാണോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ വേറൊന്നുമല്ല, ചുമ്മാ ഇതാ പണ്ട് കുഞ്ഞുങ്ങളുമായി പുറത്തു നിൽക്കുമ്പോ ഉമ്മ പറയും, അതുകൊണ്ട് ആ ഉമ്മാമ വരുന്നുണ്ട്, അകത്ത് കയറ്റിക്കോളാം. ഓ വരുന്നുണ്ടല്ലോ ഒരാള്, അകത്തോട്ട് കയറ്റിക്കാൻ. ചില ആൾക്കാർ പറഞ്ഞാ മതി അറം പറ്റും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹല് റളിയല്ലാഹു തആല, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കണ്ണ് അത് അത്ഭുതത്തിന്റെ ഒന്നും വേണ്ട. ചില ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ വലിയ പ്രയാസമാ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതിനുള്ള വഴി എന്താ? അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ എന്റെ മോക്ക് ഇത്തിരി സൗന്ദര്യമായി പോയി, കല്യാണം വീട്ടിൽ വിടാൻ പറ്റുമോ? വിട്ടോ, ധൈര്യമായിട്ട് വിടാം. മദ്രസ വിടണോ, സ്കൂളിൽ വിടണോ, എവിടെ വേണമെങ്കിലും വിടാം. പക്ഷെ വിടുന്നതിന് മുമ്പ് നബിതങ്ങൾ ഫാത്തിമായിക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു ദുആ ഉണ്ട്. ഹസനും ഹുസൈനെയും പുറത്തു വിടുമ്പോ ആ ദുആ ഓതി തലയിൽ ഊതിയിട്ടാ വിടാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ ദുആ ഒന്ന് ഓതിയിട്ട് തലയിൽ ഊത്, എന്നിട്ട് പുറത്തു വിട്. അപ്പൊ കണ്ണീർ തൊട്ടൂല. അപ്പൊ രണ്ടാമത്തെ കണ്ണ് അത്ഭുതം. 3 ഐനുൻ ഖാതിൽ കൊന്നുകളയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ബൈക്കിൽ ഇങ്ങനെ പാഞ്ഞു പോവാ 2 കുട്ടികള്. അപ്പോഴാ ഉമ്മാമ ചോദിക്കുന്നു, വായുളിയ വെടിക്ക് ചാവാൻ പോകുന്നവടാ, അല്ലാഹുവേ പടച്ചവനെ നീ കാക്കണം പടച്ചവനെ. ഇത് അവസ്ഥ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ ജോലി ചെയ്യുമ്പോ ഉദ്ഹിയ്യത്തിന്റെ പോത്ത് വാങ്ങാൻ വേണ്ടി വായുപൂര് അച്ചായന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോ ഇങ്ങനെ ഒരുപാട് പോത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഒറ്റയ്ക്കൊരു പോത്തിനെ കിട്ടിയിരിക്കണം, നല്ല കാണാൻ അടവുള്ളൊരു കാട്ടുപോത്ത് പോലെ. അച്ചായനോട് ചോദിച്ചാൽ ആ പോത്ത് ഉദ്ഹിയ്യത്തിന് പറ്റൂല ഉസ്താദേ. അപ്പൊ ഞാൻ വാല് അറ്റുപോയി. അപ്പൊ കാണാൻ നല്ല രസമുണ്ട്. ഞാൻ അച്ചായനോട് ചോദിച്ചു, എന്ത് പറ്റി അച്ചായ? ഒന്നും പറയണ്ട ഉസ്താദേ, നമ്മുടെ ഒരു മുസ്ലിം കാക്കായി പോത്ത് നോക്കാൻ പോയി. ഈ പോത്തിനെ നോക്കാൻ ഒരു കാക്ക പോയിട്ട് നല്ലപോലെ നോക്കിയിട്ട് വില പറഞ്ഞു, കച്ചവടം ശരിയായില്ല. ഇറങ്ങാ സമയമായപ്പോ ആ കാക്ക പറഞ്ഞെന്ന്, വല്ലാത്ത വാല കേട്ടോ അച്ഛാ, വല്ലാത്ത വാല. 2 ദിവസം കഴിഞ്ഞപ്പോ ഈ വാലിങ്ങനെ ഇട്ട് അടിച്ചപ്പോ എവിടോ കൊണ്ടിട്ട് അതൊന്നും മുറിഞ്ഞു. പിന്നെ കാക്ക വന്ന് കൊത്തി അത് അറ്റുപോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതാ ചില ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞ, ഇതാണ് ചില ആൾക്കാർ പറഞ്ഞ, നിന്റെ മോക്ക് A+ കിട്ടിയത് അൽഹംദുലില്ലാ, നല്ല കാര്യം. അവള് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാ കിട്ടിയേ, കോപ്പി അടിച്ചിട്ടല്ല. അത് കോപ്പി അടിച്ചാലും അതിനും കഴിവാണല്ലോ. എടാ, A+ വാങ്ങിച്ചത് വളരെ കഷ്ടപ്പെട്ടിട്ട് നീ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്നതിന് പകരം നീ സ്റ്റാറ്റസ് ഇട്ടു, നാട്ടുകാർ മുഴുവനും കാണാൻ. ഫ്ലെക്സ് മൊത്തം പോസ്റ്റിന്റെ മുകളിൽ
മോളി ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ. അപ്പോഴാണ് ആമിന വലിയ പ്രതീക്ഷയോടുകൂടി വളർത്തിയതാ ഫാത്തിമായ. അപ്പൊ മോക്ക് 5A+ ഉള്ളൂ. കൊണ്ടുവരുമ്പോ പറയുന്നു, കണ്ടോടി ഇരിക്കുന്ന കണ്ടോ, നീ ഇങ്ങനെ നടന്നോ, എന്തൊരു ബുദ്ധിയാ അല്ലാ. എന്താ പറഞ്ഞേ? എന്തൊരു ബുദ്ധിയാ അല്ലാ. ഇപ്പൊ നീ ഉസ്താദിന് എന്തുകൊണ്ട് പറയുന്നു? മോള് പഠിക്കാനിരുന്ന ഉറക്കം വരുന്നു ഉസ്താദ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ പറയണ ഉസ്താദ്, എന്റെ മോള് പഠിക്കാനിരിക്കുമ്പോ ഉറക്കം വരുന്നു, നമുക്ക് ഓർമ്മ നിക്കണില്ല. എങ്ങനെ ഓർമ്മ നിക്കാനാ? പോസ്റ്റിന്റെ മോളിൽ ഫോട്ടോ വെച്ചതായിരുന്നു, സ്റ്റാറ്റസ് ഇട്ടതല്ലേ, നാട്ടുകാരെ മൊത്തം കാണിക്കാനല്ലേ, അല്ല വേറൊന്നുമല്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഇതാ പറഞ്ഞത്, പറയാൻ പാടുള്ളതേ പറയാവൂ. എല്ലാം മൈക്കി കെട്ടി വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമല്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. സുഖമാണോ എന്ന് വെച്ചാൽ എന്ത് പറയണം? സുഖമാണോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണം? സുഖമാണോ? 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 കച്ചവടമൊക്കെ ഉണ്ടോ? പൈസയൊക്കെ ഉണ്ടോ? അൽഹംദുലില്ലാ, ഉണ്ടെന്ന് പറയണ്ട. കച്ചവടോ? പിന്നെ എന്തിനാടാ ഗൾഫിൽ പോണേ? ആലപ്പുഴ ഇവിടെ തുറവൂർ, എന്താ സ്ഥലപ്പേര്? നിങ്ങളുടെ ജംഗ്ഷന്റെ പേരെന്തരോ? മണ്ണഞ്ചേരി അല്ല, ഹൈവേയുടെ സൈഡിൽ എന്താ? എനിക്ക് കൃപാസനത്തിന്റെ സൈഡിൽ ഒരു റൂമുണ്ട്. ഓ, എന്ത് കച്ചവടമല്ല, ബർക്കത്താന്ന്, എന്ത് കാശാന്നറിയോ? എന്തിനാ ഗൾഫിൽ പോണേ? അപ്പൊ ഈ കേട്ടവൻ വിചാരിക്കല്ല, എല്ലാരും വാടക കൊടുക്കാൻ പോലും ഗതിയില്ലാതെ തെക്ക് വടക്ക് നടക്കുമ്പോ ഇവനു മാത്രം ഇത്ര കച്ചവടം, എങ്ങനെ മുട്ട കുഴിച്ചിടാതിരിക്കും? അള്ളാഹു കാക്കുമാറാകട്ടെ. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ നിന്റെ മച്ചാൻ എന്തൊക്കെ ഉണ്ടെന്ന്? നിന്റെ മച്ചായ്ക്ക് ദുബൈയിൽ വലിയ ഷെയ്ക്കാന്നാ പറഞ്ഞ്. ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? നിന്നോട് ആരെങ്കിലും ഇവിടെ മച്ചാന്ന് വിളിക്കുക? എന്താ വിളിക്കുക? ഭർത്താവിന് എന്താ വിളിക്കുക? ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നു. പെണ്ണുങ്ങള് സുബ്ഹാനല്ലാഹ്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ, ഒരു വീട്ടിൽ കയറി ചെന്നപ്പോ ഭാര്യ വിളിക്കുക, എടാ ഇങ്ങ് ഇറക്കടാന്ന്. ഞാൻ വെച്ച് എന്നെയാണോ? അല്ല, ഞാൻ എന്നെയാണോ? ഞങ്ങളുടെ നാട്ടിൽ മച്ചാന്നാ പറയാ. ഭർത്താവിനെ വിളിക്കുന്ന എടാ ഇങ്ങ് എടുക്കടാ. സുബ്ഹാനല്ലാഹ്. പ്രേമിച്ച് കെട്ടിയതാ, പിന്നെ വാപ്പാന്നല്ലേ വിളിക്കത്തുള്ളൂ. പ്രേമിച്ച് കെട്ടിയ എടാന്ന് വിളിച്ചത് തന്നെ വലിയ കാര്യ. സാധാരണ വേറെ വരുന്നോ വിളിക്കാറ്. അല്ലാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, നിങ്ങൾ ഭർത്താവിന്റെ പേരല്ലേ വിളിക്കണേ. ഭർത്താവിന്റെ പേര് വിളിക്കത്തില്ല ചില പെണ്ണുങ്ങൾ. ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേരാ വിളിക്കണേ. പാപ്പാൻ എന്താ വിളിക്കണേ? പാപ്പാടെ പേര് അബൂബക്കർ എന്നാ. എന്റെ പേര് സിറാജ്. എന്റെ മോൻ എന്നെ കാണുമ്പോ സിറാജ് വാപ്പാ, സിറാജ് വാപ്പാന്ന് വിളിക്കണോ, പാപ്പാന്ന് വിളിക്കണം? എടാ, ഒന്നേ സിറാജ് എന്ന് വിളി, അല്ലെങ്കിൽ വാപ്പാന്ന് വിളി. രണ്ടും കൂടെ വേണ്ട. അല്ലാഹു മന്ദിരമാറാകട്ടെ. ഒന്നീ നിന്റെ ഭർത്താവിന് ഇക്കാന്നോ എന്താന്ന് വെച്ചാ വിളിക്ക്. ഇപ്പൊ എല്ലാം അങ്ങനെ ആയി. സുബ്ഹാനല്ലാഹ്. അവര് ബഹുമാനം ഒന്നും കൊടുക്കണില്ല. ഭർത്താവിന് ബഹുമാനമൊക്കെ കൊടുക്കണം. നിങ്ങളൊക്കെ കുറ്റം പറയൂ, ഉസ്താദെ എന്റെ ഇക്കാക്ക് എന്നോട് സ്നേഹമില്ലെന്ന്. പെണ്ണുങ്ങൾ അധികം പേരും പറയുന്ന ഒരു കാര്യമാണ്, ഭർത്താവിന് സ്നേഹമില്ലെന്ന്. ഖത്തീബ് ഉസ്താദിനോട് ചോദിക്കണം, എപ്പോഴാണ് ഭർത്താവ് നിന്നിൽ നിന്ന് അകലാൻ തുടങ്ങിയത് എന്ന്. പെണ്ണുങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഉസ്താദിന്റെ അടുക്ക ചോദിക്കണം, ഉസ്താദെ എന്റെ ഇക്കാക്ക് എന്നോട് സ്നേഹവും ബഹുമാനവും സ്നേഹമില്ല. ഈ സ്നേഹം കുറയാനൊരു കാരണമുണ്ട്. അതെന്താന്ന് ഞാൻ ഇപ്പൊ പറയണില്ല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. അറിയാൻ ആഗ്രഹമുണ്ടോ? എപ്പം മുതലാണ് നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങൾക്ക് സ്നേഹം തരാതെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങുന്നറിയോ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ എപ്പം നിങ്ങളുടെ ഭർത്താക്കന്മാരെ എപ്പം നിങ്ങൾ ബഹുമാനം കുറച്ചു കാണാൻ തുടങ്ങുന്നോ ആ സമയം മുതൽ ഭർത്താക്കന്മാര് പോകും. ആണുങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം ഭാര്യ കൊടുക്കാതെ വന്നാൽ ആ ഭർത്താവ് ഭാര്യയിൽ നിന്ന് അകന്നു പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ മനുഷ്യന് കൊടുക്കേണ്ട സ്ഥാനവും ബഹുമാനവും നീ കൊടുക്കുന്ന കാലത്തോളം നിന്റെ ഇക്ക ഒരു ഐശ്വര്യതായുടെ പുറകിലും പോകില്ല. പക്ഷെ നീ കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ പോട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. ചിലതും മറച്ചു തന്നെ വെക്കണം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ്, നിങ്ങളെയൊക്കെ കാണാനും ഈ ഒരു അവസരത്തിൽ നിങ്ങളോടൊപ്പം ഒക്കെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കാണുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇനിയും കാണാനും ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനും അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എല്ലാവരുടെയും ഒന്നാമത്തെ ആഗ്രഹം
പടച്ചോനെ മക്കളെ നന്നാകണമെന്ന. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. രണ്ടാമതൊരു ആഗ്രഹമുണ്ട്. ഉസ്താദേ, നിങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറയാ, ഈ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം പറ, ദുആ ചെയ്യാൻ പോകുകയാണ് എന്ന് പറഞ്ഞ നിങ്ങൾ എല്ലാവരും പറയുന്ന ഒരേ ഒരു വാചകം, ഉസ്താദേ ഈമാനുള്ള മരണം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഈമാനുള്ള മരണം നൽകുമാറാകട്ടെ. ഒന്ന് കൈപൊക്കിക്ക് ആഗ്രഹമുള്ളവരൊക്കെ, ഈമാനുള്ള മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. അള്ളാഹുവേ, ഈ സദസ്സിൽ ഇരുന്ന് ആരൊക്കെ കൈപൊക്കിയോ അവർക്ക് മുഴുവനും നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ എന്ത് നന്മ ചെയ്തിട്ടില്ലെങ്കിലും ഈ കൈപൊക്കിയതിനു പകരം ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കുന്ന മുത്തഖീങ്ങളിൽ നീ പെടുത്തണേ റഹ്മാനെ. ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. ഒന്നുകൂടെ പൊക്കിക്ക്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാരും കൈപൊക്കി. ഈ നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും അറിയാമോ? ഈ കൈപൊക്കിയവർ എല്ലാരും കൈപൊക്കി. ഈ കൈപൊക്കിയവന് നല്ല മരണം എന്താണെന്നറിയില്ല. നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? വെള്ളിയാഴ്ച രാവിലോ പകലിലോ കടങ്ങൾ തീർത്ത് തൗബ ചെയ്ത് ഒളുവോടുകൂടി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മലക്കുകൾ സ്വാഗതം പറയുന്നത് കേട്ട് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാക്ഷിയാക്കി ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കണം. മരിച്ച ഉടനെ നെറ്റിത്തടം വിയർക്കണം, മൂക്കിന്റെ ദാരം വികസിക്കണം, മുഖത്തു പ്രകാശമുണ്ടാകണം, ചുണ്ടിൽ പുഞ്ചിരി ഉണ്ടാകണം, ശരീരത്തിനു സുഗന്ധമുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ 15 കാര്യം ലഭിക്കുമ്പോഴാണ് അതിനെന്തെന്ന് പറയുന്നത്? നല്ല മരണം. ഈ 15 കാര്യം ലഭിക്കുന്നതാണ്. ഇതാണ് നല്ല മരണത്തിന്റെ അടയാളം. നമുക്ക് എന്ത് യോഗ്യതയാ ഉള്ള ഇങ്ങനെ ഒരു മരണം കിട്ടാൻ? കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ പ്രിയപ്പെട്ടവര്, ഞാനിങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച കണ്ണൂര് നാദാപുരത്ത് വഴുതിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാ എന്റെ ഫോൺ അടിക്കുന്നത്. പെട്ടെന്ന് എടുത്തപ്പോ പറഞ്ഞു, മോനെ പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ഉമ്മയ്ക്ക് ഒട്ടും സുഖമില്ല, ഹോസ്പിറ്റലില്ല. രണ്ടാമതൊരാൾ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഡോക്ടറോടൊന്ന് കൊടുക്കാൻ. ഡോക്ടറുടെ കയ്യിൽ കൊണ്ടു കൊടുത്തപ്പോ ഡോക്ടർ പറഞ്ഞു ഉമ്മ മരണപ്പെട്ടു പോയി. പെട്ടെന്ന് ഷോക്കായി പോയി. ഒരു നിമിഷം ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ വല്ലാത്ത സങ്കടം വന്നു. കാരണം തലേ ദിവസവും ഞാൻ എന്റെ ഉമ്മാന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയതാ. ഒരിക്കലും മരിക്കുമെന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. കാരണം പെട്ടെന്നുള്ള മരണം. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉമ്മ പെട്ടെന്ന് മരിച്ചു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, പടച്ചോനെ വെള്ളിയാഴ്ചയല്ലേ അള്ളാഹ് മരിച്ചേ. സ്വന്തം ഉമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോഴും വല്ലാത്ത സങ്കടത്തിനപ്പുറം എനിക്കൊരു സന്തോഷം വന്നത്, അള്ളാഹു എന്റെ ഉമ്മ മരിച്ചത് വെള്ളിയാഴ്ചയല്ലേ, എന്റെ ഉമ്മയ്ക്ക് ഇതിനെക്കാലിനി എന്താ വേണ്ടേ? വെള്ളിയാഴ്ച വ്യാഴാഴ്ച മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് ദിക്റ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴല്ലേ എന്റെ ഉമ്മ മരിച്ചത്? TV കണ്ടുകൊണ്ടിരുന്നപ്പോഴല്ലല്ലോ. വല്ലവരുടെയും അസൂയ മറ്റുള്ളവരുടെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നപ്പോ, ദിക്റ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴല്ലേ എന്റെ ഉമ്മ മരിച്ചുപോയത്? എന്റെ ഉമ്മയ്ക്ക് ഇതിനെക്കാലം എന്താ വേണ്ടത്? അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഉമ്മ മരിച്ചു എന്ന് എനിക്ക് മനസ്സിലാണില്ല. അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഞാൻ എന്റെ കൂടപ്പുറപ്പുകളോട് എല്ലാവരോടും ഞാൻ പറയാ, ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ ഉമ്മാനെ ഉപ്പാനെ നമ്മൾ പൊന്നുപോലെ നോക്കണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ വില നമുക്കറിയില്ല. ഞാൻ എല്ലാവരോടും പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കൊച്ചുമക്കളോട് പറയുന്നു, മക്കളെ ഉമ്മായും ബാപ്പായും ജീവിച്ചിരിക്കുമ്പോ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ചെയ്തു കൊടുക്കണം. മക്കളെ മരിച്ച പോയടാ, നമ്മൾ അനാഥരായി പോകും. ഉമ്മ പോയാ ഉപ്പ പോയാ, അതാ പണ്ടൊരു കവി പറഞ്ഞത്, ഉമ്മ പോയി എന്റെ എല്ലാം പോയി. ഉമ്മ പോയി എന്റെ എല്ലാം പോയി. ഉമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞടോ. വാപ്പ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു. അള്ളാഹു മരണപ്പെട്ടവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ ഉമ്മാന്റെ മയ്യത്ത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു, ഉമ്മാ നമ്മളെ ഒറ്റയ്ക്കിട്ടിട്ട് പോയി കളഞ്ഞില്ലേ? എന്തൊരു സന്തോഷം. അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, എന്റെ ഉമ്മായിക്ക് നേരെ ഖുർആൻ ഓതാൻ അറിയില്ല. അവർക്ക് അറബിയോ അങ്ങനെയുള്ള അറിവൊന്നുമില്ല. ഖുർആൻ ഒന്നും ഓതാൻ അറിയില്ല. എന്റെ ഉമ്മയ്ക്ക് കുറച്ച് വാചകങ്ങളും ചെറിയ 2-3 സൂറത്തുകളും മാത്രം അറിയുന്ന ആ സാധുവായ ഉമ്മ തന്റെ 6 മക്കളെയും ആലിമീങ്ങളാക്കി. ഒരു ഉമ്മയ്ക്ക് കിട്ടുന്ന, എന്റെ ഉമ്മ ജീവിച്ചിരുന്നപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് സ്വർഗ്ഗ ഉമ്മ, നീ ഒരു നന്മ ചെയ്തില്ലെങ്കിലും അള്ളാഹു നിനക്ക് സ്വർഗം തരും. കാരണം നീ പ്രസവിച്ച 6 മക്കളെയും നീ ആലിമാക്കി, 6 മക്കളെയും ആലിമീങ്ങളാക്കി, നീ ഹാഫിളീങ്ങളാക്കിയില്ലേ, നിനക്ക് നീ എന്താ വേണ്ടേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഞാൻ പറയുന്നു, സഹോദരിമാരെ, അള്ളാഹു നൽകിയ മക്കൾ
അള്ളാഹു നമുക്ക് നൽകിയ മക്കൾ, ആ മക്കളെ ഇൽമു പഠിപ്പിക്കണം, നല്ല മക്കളാക്കണം. ആ പാവപ്പെട്ട പാലക്കാടുകാരിക്ക് മയ്യത്ത് കാണാനും ദുആ ചെയ്യാനും സയ്യിദന്മാര് വന്നു, എത്രയോ പണ്ഡിതന്മാര് വന്നു, എത്രയോ പേര് വന്ന് എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് പോയി. അറിയാത്തവര് പോലും, നിങ്ങളുടെ നാട്ടുകാർ പോലും ഇതിനു വേണ്ടി ദുആ ചെയ്തില്ലേ? ഇതെല്ലാം എന്തിന്റെ പേരില? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നല്ലത് ചെയ്താൽ അള്ളാഹു നമുക്ക് നല്ല മരണം തരും. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. പക്ഷെ നല്ല മരണം വെറുതെ കിട്ടൂല എന്നുള്ള ഒരു കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് വെറുതെ കിട്ടുന്ന ഒരു സാധനമല്ല. നല്ല മരണം കിട്ടണമെങ്കിൽ നമ്മൾ നന്മ ചെയ്യണം, നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ലത് ചെയ്താൽ അള്ളാഹു നമുക്ക് നല്ല മരണം തരും, വെറുതെ കിട്ടൂല. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം. എന്തൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യണം. എന്റെ ചെറുപ്പക്കാരോട്, എടാ നീ ടീമിൽ നിന്ന് പുറത്താക്കി, ഫുട്ബോൾ കളിയിൽ നിന്റെ ടീം ലോകകപ്പിൽ നിന്ന് പുറത്താകുമ്പോ അടുത്തവനെ കളിയാക്കാൻ കാത്തിരിക്കലല്ല. എല്ലാരും വാശിയുടെ കാലവാ. ഒറ്റ ഒരു 4 വരി ബൈത്ത് ഞാൻ പറഞ്ഞു തരാം. അന്തല്ലദി വലദതു ഉമ്മുക ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബക്കൂ ഫി ഹാലി മൗതിക ലാഹിക മസ്റൂറ. എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, ഈ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നു, എല്ലാവർക്കും വലിയ വാശിയ, എല്ലാവർക്കും വലിയ വാശിയ. എല്ലാരും വാശി കാണിക്കുന്നവരാ. എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും. എന്നാ വാശി കാണിക്കേണ്ടത് ആരോടാണെന്നറിയോ? നമുക്കൊക്കെ ധൈര്യമുണ്ടെങ്കിൽ, നമ്മൾക്ക് മുസ്ലിമീങ്ങളാണെങ്കിൽ, നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യണം? വാശി കാണിക്കണം. ആരോട്? കവി പറയുന്നു, അന്തല്ലദി വലദതു ഉമ്മുക ബാക്കിയ. എടോ, നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവിച്ചു, മരണത്തിന്റെ വേദനയും സഹിച്ചാ പ്രസവിച്ചെന്നാ പറയുന്നത്. അല്ലാഹു ഉമ്മയ്ക്ക് പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. പറയടോ, അല്ലാഹു ഉമ്മയ്ക്ക് പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. പെണ്ണുങ്ങളൊക്കെ പറയുന്നത് വലിയ വേദനയാണെന്ന്. ഉമ്മ, നീ എത്ര വേദന സഹിച്ചിട്ടാണെങ്കിലും നിന്റെ കുഞ്ഞിനെ നീ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് നീ ചിരിച്ചവള. വാപ്പയായ ഞാനും നിങ്ങളും ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ഇരിക്കണില്ല, ഇങ്ങോട്ട് നടക്കാം. അകത്ത് നിന്ന് ഡോക്ടർ വരുന്നില്ല, നമ്മൾക്ക് സങ്കടമായിടോ, നമ്മൾ കരയുക, അല്ലാ അല്ലാ അല്ലാന്ന് വിളിച്ച് കരയണം, ഫാത്തിഹ ഓതുന്നു, നേർച്ച ചെയ്യുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ലേബർ റൂമിന്റെ വാതിൽ തുറന്നിട്ട് നേഴ്സ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിച്ചു. മോനാകട്ടോ മോളാകട്ടോ, എന്തൊരു ചിരിയായിരുന്നു ഞാനും നിങ്ങളും. നമ്മളെല്ലാവരും കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ചിരിച്ചപ്പോ നമ്മൾ കരയായിരുന്നോ? എടോ, എല്ലാരും നമ്മളെ മുഖത്ത് നോക്കി ചിരിക്കുന്ന സമയം നമ്മളൊക്കെ കരഞ്ഞു. നമ്മൾ കരയുമ്പോ അവരൊക്കെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. നമ്മൾ കരയുമ്പോ എല്ലാരും കവളി തൊട്ട് ചിരിച്ചു. എല്ലാരും നമ്മളെ നോക്കി ചിരിക്കുമ്പോ നമ്മൾ കരയ. അപ്പൊ കവി പറയാ, മോനെ, നീ കരഞ്ഞ സമയത്ത് ഇവരൊക്കെ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചടാ. പ്രതികാരം ചെയ്യ, നീ പ്രതികാരം ചെയ്യ. ഉമ്മാനെ തല്ലിയിട്ടോ പാപ്പാനെ അടിച്ചിറക്കിയിട്ടല്ല പ്രതികാരം ചെയ്യേണ്ടത്. ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയ വാർത്ത. അന്ന് നിന്റെ വീടിന്റെ അകത്തേക്ക് എല്ലാവരും ഓടി വരും, എല്ലാരും നിന്റെ വീട്ടിലേക്ക് ഓടി വരും. എന്നിട്ട് നിന്നെ കുളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. ഓരോരുത്തരും വരും, അല്ലാഹുവേ, നിന്റെ മയ്യത്തെടുക്കാൻ സമയമാകുമ്പോ ആരോ പറയുന്നുണ്ട്, ഉമ്മാനെ ഒന്ന് അവസാനമായിട്ട് കാണിക്കാൻ. അങ്ങനെ ആരോ താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഉമ്മാനെ. ഉമ്മ കരഞ്ഞ് തളർന്നു കിടക്ക. ആ ഉമ്മാനെ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് 2-3 പേരോ കൊണ്ടുവരുന്നു. അവസാനമായിട്ട് നിന്റെ മയ്യത്തൊന്ന് കാണാൻ നിന്റെ അടുക്കേക്ക് ഇങ്ങനെ വരുമ്പോ ആ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ ഉമ്മാനോട് ചോദിക്കണം, ഉമ്മാ, നിങ്ങൾ കരയണ സമയത്ത് എന്റെ മുഖത്ത് നോക്കുമ്പോ എന്റെ മോന്റെ മുഖത്ത് എന്തൊരു ചിരിയാ, എന്തൊരു പ്രകാശമാണ്. എടോ, നമ്മുടെ മാതാപിതാക്കളും കൂടപ്പുറപ്പുകളും കുടുംബക്കാരും കരയുന്ന ദിവസം വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കാൻ വേണ്ടി ജീവിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിന്നെ കുറ്റം പറഞ്ഞവനും ഇറങ്ങി പോകുമ്പോ പറയണം, മരിച്ചാൽ ഇതുപോലെ മരിക്കണമെന്ന്. അതുകൊണ്ട് വജ്ഹദി നഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹിക മസ്റൂറ. മരിക്കുന്ന സമയത്ത് ചിരിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, കമ്മിറ്റിക്കാർ വന്നപ്പോ തങ്ങൾ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് പോയി വലിയ ഒരു പ്രോജക്റ്റ്. അൽഹംദുലില്ലാ, നിങ്ങളുടെ നാടിനും നിങ്ങളുടെ മഹല്ലിനും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വലിയ ഒരു വളർച്ചയ്ക്ക് കാരണമാകുന്ന വലിയൊരു പ്രോജക്റ്റാണ് അൽഹംദുലില്ലാ ഇന്ന് ഇവിടെ ഉദ്ഘാടനം നടത്തിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു ഖൈറിലാക്കുമാറാകട്ടെ. എന്താ